الحمد لله نحمده ونستعينه ونستغفر به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون സത്യവിശ്വാസികളെ അല്ലാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിലുടനീളം പാലിച്ച് അല്ലാഹുവിൻ്റെ ഇഷ്ടദാസന്മാരാകുവാൻ സദാ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുമെന്ന് ഉപദേശിക്കുകയാണ്. പരിശുദ്ധമായ റമദാനിലേക്ക് പ്രവേശിക്കാൻ പോകുന്ന സന്ദർഭത്തിലാണ് നമ്മളുള്ളത്. എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തീകരിച്ചുകൊണ്ട് പ്രത്യേകിച്ച് സാധുക്കളായ നോമ്പ് തുറക്കാൻ പ്രയാസമുള്ളവർക്കുള്ള കിറ്റുകൾ വരെ വിതരണം ചെയ്തുകൊണ്ട് ആ നിലക്ക് ഒരുങ്ങി തയ്യാറായി നോമ്പിലേക്ക് പ്രവേശിക്കാൻ നിൽക്കുന്ന ഒരു വെള്ളിയാഴ്ചയിലാണ് നമ്മളുള്ളത്. റഹ്മാനായ റബ്ബ് റമദാനിൽ നമുക്ക് നോമ്പെടുക്കുവാനുള്ള ഏറെ നേരം നിന്ന് നമസ്കരിക്കുവാനുള്ള ധാരാളം വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാനും പഠിക്കാനുമുള്ള ഒരുപാട് ആളുകളെ സഹായിക്കുവാനും ഏറെ ദിക്റുകളുടെയും ദുആകളുടെയും പുണ്യം നേടാനും അങ്ങനെ അള്ളാഹുവിൻ്റെ തൃപ്തി കരഗതമാക്കുന്ന നോമ്പെടുക്കാനുള്ള ആഫിയത്ത് നമുക്കും കുടുംബത്തിനും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ റമദാൻ വന്ന് കിട്ടിയിട്ട് അത് ഉപയോഗപ്പെടുത്താതെ പോകുന്ന ഹതഭാഗ്യവാന്മാർ
അവരെ പറ്റി അതീവ ഗൗരവമേറിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മിമ്പറിലേക്ക് കയറുന്ന സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നുകൊണ്ട് ഇന്ന കാര്യങ്ങൾക്ക് ആമീൻ പറയണം എന്ന് ആവശ്യപ്പെടുകയും അങ്ങനെ റസൂലുള്ളാഹി ആമീൻ പറയുകയും ചെയ്ത 3 കാര്യങ്ങൾ. അതിലൊന്ന് നമ്മുടെ മാതാപിതാക്കളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതാണ്. അതായത് മാതാപിതാക്കൾ ഉണ്ടായിട്ട് അവർക്കുള്ള ഹിദ്മത്ത് ചെയ്ത് പുണ്യം വാങ്ങാത്തവന് അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്ന് വിദൂരം അകന്നു പോകട്ടെ, അവർക്ക് അള്ളാഹിന്റെ ശാപം ഉണ്ടാകട്ടെ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മലക്ക് പ്രാർത്ഥിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആമീൻ പറയാം. വീണ്ടും ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിക്കണം. അതായത് എൻ്റെ പേര് കേൾക്കുമ്പോൾ, മുഹമ്മദ് ഷാസ്മിയുടെ പേര് കേൾക്കുമ്പോൾ സ്വലാത്തു ചെല്ലാത്തവന്, സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയാത്തവന് അള്ളാഹിന്റെ ശാപമുണ്ടാകട്ടെ, കാരണത്തിന് വിദൂരം അകന്നു പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുമ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആമീൻ പറയാം. മൂന്നാമത് പ്രാർത്ഥിച്ചത് പരിശുദ്ധ റമദാൻ വന്ന് കിട്ടിയിട്ട് തൻ്റെ പാപങ്ങൾ പുറത്ത് ഏറെ പുണ്യം നേടാൻ ഈ റമദാനിനെ ഉപയോഗപ്പെടുത്താത്തവന് അള്ളാഹുവിന്റെ കാരണത്തിൽ നിന്ന് വിദൂരം അകന്നു പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുമ്പോഴും ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആമീൻ പറയുകയാണ്. അതുകൊണ്ട് പവിത്രമായ റമദാൻ നമ്മുടെ മുമ്പിലേക്ക് എത്തുമ്പോൾ അത് ഉപയോഗപ്പെടുത്താതെ എങ്ങാനും നമ്മൾ നമ്മുടെ ആയുസ്, നമ്മുടെ സമയം നഷ്ടപ്പെടുത്തിപ്പോയാൽ അത് വലിയ ശിക്ഷയ്ക്ക് കാരണമാകുമെന്നുള്ള ഗൗരവം ഈ റമദാന്റെ പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടുന്ന ചിന്തയാണ്. അതുകൊണ്ട് എല്ലാ അർത്ഥത്തിലും പുണ്യം നേടാൻ നമുക്ക് റമദാൻ ഉപയോഗിക്കാൻ സാധ്യമാകണം. യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, കുത്തിബ അലൈക്കുമുസ് സിയാം, നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നു, നിയമമാക്കിയിരിക്കുന്നു. കമാ കുത്തിബ അലല്ലദീന മിൻ ഖബലിക്കും, നിങ്ങളുടെ മുൻഗാമികൾക്ക് നോമ്പ് നിയമമാക്കിയതുപോലെ, നിർബന്ധമാക്കിയതുപോലെ. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നതിന് മുമ്പ് മുൻഗാമികളായ ആളുകൾക്ക് നോമ്പുണ്ടായിരുന്നു. ഇപ്പോഴും ക്രിസ്തീയ സൗരങ്ങൾക്ക് നോയമ്പുണ്ട്, നോയമ്പ് എന്ന് അവർ പറയും. ഹൈന്ദവ സൗരങ്ങൾക്ക് അവരുടെ ശബരിമല സീസൺ ആകുമ്പോൾ 40 ദിവസം മണ്ഡലം നോമ്പ് എന്ന് പറഞ്ഞിട്ടൊരു നോമ്പുണ്ട്. ഇറച്ചി മീനൊക്കെ ഒഴിവാക്കി, മദ്യമൊക്കെ ഒഴിവാക്കി, അവര് നമ്മളെ വീട്ടിൽ നിന്നൊക്കെ ചായയും ഭക്ഷണമൊക്കെ കഴിച്ചവര് അതൊന്നും കഴിക്കാതെ അങ്ങനെ അവരുടേതായ ഒരു നോമ്പ് അവർക്കുണ്ട്, മുൻഗാമികളായ ആളുകൾക്കൊക്കെ ഉണ്ട്. മറിയം ബീവിയോട് അള്ളാഹു ആ ഗർഭാവസ്ഥയിലെ അവസാന ഘട്ടത്തിൽ അവിടെ മരം പിടിച്ച് കുലിക്കാൻ പറഞ്ഞതൊക്കെ കഴിഞ്ഞിട്ട് പല സംസാരങ്ങൾ, ജാരസന്ധതിയാണ്, ഇങ്ങനെ പലതും പറഞ്ഞ് പരത്തിയപ്പോൾ അവിടെയൊക്കെ നോമ്പെടുക്കാൻ പറഞ്ഞിട്ട് 3 ദിവസം നോമ്പെടുക്കാം. അന്നത്തെ നോമ്പിന് സംസാരം പോലും പറ്റില്ല. നോമ്പെടുത്താൽ പിന്നെ നാവുകൊണ്ട് സംസാരിച്ചാൽ നോമ്പ് കുറയും. അങ്ങനത്തെ നോമ്പായിരുന്നു. അവരുടേതായ നോമ്പിലൊക്കെ വ്യത്യാസങ്ങളുണ്ട്. അതേപോലെ ജൂതന്മാരൊക്കെ അത്തായം കഴിക്കാത്ത നോമ്പായിരുന്നു. എന്നാൽ നമുക്ക് നോമ്പിന്റെ കൃത്യമായ രൂപം മുൻഗാമികൾക്ക് നിർബന്ധമാക്കിയത് നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കിയിട്ടുണ്ട്. അതിന് എന്തൊക്കെ ചെയ്യണം എന്ന് പഠിപ്പിക്കുന്നുണ്ട്. എന്തിനാണ് നോമ്പ് എന്നും നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ലഅല്ലക്കും തത്തഖൂൻ, ദോഷബാധയെ സൂക്ഷിക്കുന്ന ഭക്തനാവാനാണ്. നമുക്ക് ഭയഭക്തി വർദ്ധിക്കുവാനും സൂക്ഷ്മത ഉണ്ടാകാനും തഖ്വ ഉണ്ടാകാനുമാണ് നമുക്ക് നോമ്പ്. അതുകൊണ്ട്
ഈ നോമ്പിൽ നമുക്ക് നോമ്പ് തുറക്കാൻ, നോമ്പ് നോൽക്കാൻ ഒക്കെ ചില ചിട്ടകളും ചില മര്യാദകളുമുണ്ട്. എന്ന് പറഞ്ഞാൽ നോമ്പ് നമ്മൾ തുറക്കേണ്ടത് ഈത്തപ്പഴം കൊണ്ടാണ്. അതാണ് സുന്നത്ത്. ഈ ഈത്തപ്പഴം നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ പിന്നെ നോമ്പ് തുറക്കേണ്ടത് കാരക്ക കൊണ്ടാണ്. അതും കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ വെള്ളം കൊണ്ടാണ് നോമ്പ് തുറക്കേണ്ടത്. ഇനി ഇതൊന്നുമില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ വണ്ടിയിലോ എവിടെയോ ആണ്, ഒന്നും കിട്ടാനില്ല, വെള്ളമില്ല, ഈത്തപ്പഴമില്ല, ഒരു സാധനമില്ല. അങ്ങനെയാണെങ്കിൽ എങ്ങനെ നോമ്പ് തുറക്കണം? ചിലപ്പോൾ അങ്ങനെ പെട്ടുപോകാൻ. അപ്പൊ നമ്മള് നോമ്പ് തുറന്നു എന്നുള്ള നിയ്യത്ത് വെക്കലാണ് ആ നോമ്പ് തുറക്കൽ. നമ്മൾ മനസ്സുകൊണ്ട് നോമ്പ് തുറന്നു എന്ന് നമ്മൾ കരുതുക. അപ്പൊ നമ്മൾ നോമ്പ് തുറന്നു. നോമ്പ് ആ സമയത്ത് തന്നെ തുറക്കണം. എന്ന് പറഞ്ഞാൽ സമയമായാൽ ചിന്തിക്കാൻ പാടില്ല. നമ്മള് സമയമായോ ഉടനെ നോമ്പ് തുറക്കലാണ് സുന്നത്ത് എന്നത് നമ്മൾ മനസ്സിലാക്കുക. ധൃതിയിലാണ്. അതായത് രണ്ട് സന്തോഷമാണ് നോമ്പുകാരൻ. ഒന്ന് നോമ്പ് തുറക്കുമ്പോഴുള്ള സന്തോഷം, മറ്റൊന്ന് പരലോകത്ത് നോമ്പിനുള്ള പ്രതിഫലം അത് കാണുമ്പോഴുള്ള സന്തോഷം. അതാണല്ലോ റസൂൽ പറഞ്ഞത്, അസ്സൗമു ലീ വ അനാ അജ്സി. അല്ലാഹു പറഞ്ഞതായി റസൂൽ പറയുന്നത്, നോമ്പ് എനിക്കുള്ളതാണ്, ഞാനാണ് അതിന് പ്രതിഫലം നൽകുക എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള അമലുകളൊക്കെ റബ്ബിനുള്ളതാണ്. ഇപ്പോ 4 or 5 മക്കളുള്ള ഒരാള് അതിലൊരു കുട്ടിയെ പറ്റി അത് എന്റെ മോനാണ് എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളതൊന്നും എന്റെ കുട്ടി നല്ലതല്ല അർത്ഥം. ആ കുട്ടിക്ക് ചില പ്രത്യേകത ഉണ്ട്. ആ കുട്ടി ഹാഫിളാണ്, ആ കുട്ടി നല്ല പഠനമാണ്, അത് പ്രത്യേകമായി വളരെ നല്ല ഒരു രീതി നിൽക്കുമ്പോൾ അത് എന്റെ കുട്ടിയാണ് എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളതൊക്കെ കുട്ടി തന്നെയാണ്, പക്ഷെ അതെന്റെ കുട്ടിയാണ് പ്രത്യേകം എടുത്ത് പറയുന്നത് പോലെ അള്ളാഹുവിനാണ്, നമ്മുടെ അള്ളാഹിന്റെ പ്രീതിക്കാണ് എല്ലാ നമ്മുടെ നമസ്കാരവും ദാനവും സക്കാത്തും ഹജ്ജും ഒക്കെ ചെയ്യുന്നത്. എന്നാൽ നോമ്പ് എനിക്കുള്ളതാണെന്ന് പ്രത്യേകം പറഞ്ഞത് അതിന്റെ പ്രത്യേകത ഒന്നുകൂടി നമുക്ക് മനസ്സിലാകണം. അതിന് പ്രതിഫലം ഞാനാണ്. ആ നോമ്പിന്റെ സമയത്ത് സ്വർഗത്തിന് 8 കവാടങ്ങൾ, 8 വാതിലുകളുണ്ട്. ആ 8 വാതിലുകളും മലക്ക തുറക്കപ്പെടും. സ്വർഗത്തിന് 8 വാതിലും നോമ്പിന്റെ 1-ാം തീയതി മുതൽ. ഇതേപോലെ നരകത്തിന് 7 വാതിലുകളുണ്ട്. 7 വാതിലുകളും കൊട്ടിയടക്കപ്പെടും. പിശാചിനെ ചെങ്ങലക്കിടും. അങ്ങനെ നന്മ ചെയ്യുന്നവർക്ക് മുന്നോട്ട് വരാനുള്ള വല്ലാത്ത അവസരമാണ് നോമ്പ്. പാപം ചെയ്തു പോയ ആളുകൾക്ക് അതെല്ലാം തിരുത്തി നേരാകാനുള്ള അവസരം, സ്വർഗം ലഭിക്കാനുള്ള എല്ലാ മാർഗങ്ങളും നോമ്പിലൂടെ നമുക്ക് ലഭ്യമാക്കുകയാണ്. അതുകൊണ്ട് നോമ്പിനെ ശരിക്ക് യൂട്ടിലൈസ് ചെയ്യാൻ നമുക്ക് കഴിയണം. കാരണം എത്രയോ പേരുണ്ട് ഇപ്പോഴും രോഗികളായി. ഇന്ത്യങ്ങളെയൊക്കെ ഈ പള്ളിക്ക് ജുമായ്ക്ക് വന്ന എല്ലാവരും പ്രായത്തിലുള്ള സ്ത്രീകളെ പ്രായത്തിലുള്ള ചെറിയ കുട്ടികൾക്ക് വലിയ ആളുകൾ വരെ, ഒരു വെള്ളം ഇറക്കാൻ വരെ, ഒരു ഡയാലിസിസ് ഒക്കെ ചെയ്യുന്ന ഒരാൾക്ക് പച്ചവെള്ളം അളന്ന് കൊടുക്കണം എന്ന് പറഞ്ഞാൽ അളവിൽ പച്ചവെള്ളം പോലും അവർക്ക് ദഹിക്കില്ല, കൂടുതൽ കൊടുക്കാൻ പറ്റില്ല. ദാഹിച്ചാലും അവർക്ക് പിന്നെ വെള്ളം കൊടുക്കാൻ പറ്റില്ല ആ അളവിന്റെ അപ്പുറത്തേക്ക്. അങ്ങനെ ഒരു വെള്ളം പോലും കുടിക്കാൻ വെള്ളം ഇറങ്ങാത്തവർ, ഇതൊക്കെ നമ്മളെ പ്രായത്തിലുള്ളവരാണ്. അള്ളാഹു നമ്മളെ കനിഞ്ഞ് അനുഗ്രഹിച്ചിരിക്കുക. അതുകൊണ്ട് ഈ നോമ്പ് ശരിക്ക് അള്ളാഹുവിന് ശുക്ർ ചെയ്തുകൊണ്ട് ഒരൊറ്റ നോമ്പ് നോറ്റാൽ 70 ദിവസം അത്രക്ക്, 700 ദിവസം അത്രക്ക് നമ്മളെ മുഖം നരകത്ത് നിന്ന് അകറ്റപ്പെടും. അതുകൊണ്ട് നോമ്പിന്റെ പ്രത്യേകത ഉൾക്കൊണ്ടുകൊണ്ട് കൃത്യമായി നോമ്പിലേക്ക് പ്രവേശിക്കുന്ന ആ ഒരു നല്ല മാനസികാവസ്ഥ നമുക്കുണ്ടാവണം. ഒപ്പം നോമ്പ് തുറക്കുമ്പോൾ ഈ പറഞ്ഞ രൂപത്തിൽ നമ്മൾ നോമ്പ് തുറക്കണം. അതേപോലെ തന്നെ അത്താഴം കഴിക്കുമ്പോഴും, അത്താഴം കഴിക്കുമ്പോൾ നേരത്തെ പറഞ്ഞല്ലോ ജൂതന്മാർക്കും ക്രിസ്ത്യർക്കും അത്താഴം കഴിക്കാതെ നോമ്പെടുക്കുക. നമ്മളോട് അതിന് ഭിന്നമായി അത്താഴം കഴിക്കണം. അത്താഴത്തിന് നിങ്ങൾക്ക് ബർക്കത്തുണ്ട്. അപ്പൊ ചില ആൾക്കാർ രാത്രിയൊക്കെ നല്ലോണം തിന്ന് കടന്ന് സുബഹിക്ക് എണീക്കും, അത് ഒന്നും കഴിക്കാതെ. അങ്ങനല്ല, രാത്രി എല്ലാം തട്ടിട്ട്
പിന്നെ നീ എഴുന്നേൽക്കാത്തൊരു നോമ്പല്ല നമ്മൾ നോൽക്കേണ്ടത്. എന്ത് ചെയ്യണം? അത്താഴം കഴിക്കണം. അതിൽ നിനക്ക് ബർക്കത്തുണ്ട്. അത്താഴം കഴിക്കാൻ ഒരു സമയമില്ലെങ്കിൽ ഒരല്പം വെള്ളം തന്നെങ്കിലും നിങ്ങൾ അത്താഴ സമയത്ത് കഴിക്കണം. അതിൽ നിങ്ങൾക്ക് ബർക്കത്തുണ്ട്. അത്താഴം കഴിക്കാനും നമ്മള് ഈത്തപ്പഴം സുന്നത്താണ്. നോമ്പ് തുറക്കും മാത്രമല്ല, അത്താഴത്തിനും നമ്മൾ ഒരു ഈത്തപ്പഴം തന്നെ കഴിക്കണം. അത് സുന്നത്താണ്. പലപ്പോഴും അത് ആളുകൾക്ക് അത്ര അറിയില്ല. നോമ്പ് തുറക്കാനും നോമ്പ് നോൽക്കാനും ഈത്തപ്പഴം സുന്നത്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ നമ്മളെ മറ്റുള്ള ഭക്ഷണം എന്തായാലും ഈത്തപ്പഴം കൂടി അതിലിട്ട, അല്ലെങ്കിൽ ഈത്തപ്പഴം മാത്രമാണെങ്കിൽ അതും എന്തായാലും ഈത്തപ്പഴം കഴിക്കുക എന്നുള്ളത് അത് അത്താഴം കഴിക്കുമ്പോഴും സുന്നത്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒപ്പം നമ്മുടെ സമയമായ അതായത് ആ സമയമായാൽ എന്ത് ചെയ്യണം? അപ്പൊ നമ്മൾ അത്താഴം സ്റ്റോപ്പ് ചെയ്യണം. ലാസ്റ്റ് സമയം ആയാൽ, അതിനും സമയമായിട്ടും ബാങ്ക് കൊടുത്തില്ലല്ലോ, ബാങ്ക് അല്ല സമയം, ടൈമാണ്. ആ ടൈം ആയാൽ എന്ത് ചെയ്യണം? നമ്മൾ അപ്പം നിർത്തണം. പിന്നെ നമ്മൾ കുറച്ച് ഭക്ഷണം ബാക്കിയിട്ട് അതാണ് തിന്നാൻ പ്ലേറ്റ് ഉള്ളത് ഒന്നുമില്ല, അതൊന്നും പറ്റില്ല. സമയമായാൽ അപ്പം നിർത്തിക്കോണം. അപ്പോഴാണ് നമ്മുടെ നോമ്പ് ശരിയാവുക. അതുകൊണ്ട് അത്താഴം കഴിക്കുന്ന കാര്യത്തിലും ശ്രദ്ധ വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത്താഴം കഴിക്കുമ്പോൾ, അത്താഴം കഴിച്ചിട്ട് 50 ആയത്ത് ഓതുന്ന സമയമുണ്ടായിരുന്നു ബാങ്ക് കൊടുക്കാൻ. 50 ആയത്ത് ഓതുന്ന സമയം. ചില ആൾക്കാർക്ക് അത്താഴം കഴിച്ചിട്ട് ഇങ്ങോട്ട് ഓർക്കും, ഇത് നേരം വെളുക്കാനായിട്ട് ഓർക്കും. അങ്ങനെ ഓർക്കരുത്. അത്താഴം കഴിച്ചാൽ പിന്നെ നമ്മൾ ഖുർആൻ എടുത്ത് ഓതുക, അങ്ങനത്തെ കാര്യമൊക്കെ ചെയ്യാം. ഒരു 50 ആയത്ത് ഓതുന്ന സമയം, എന്റെ ലാസ്റ്റ് സമയം ബാങ്ക് കൊടുക്കണേ തൊട്ടുമ്പോൾ നമ്മൾ ആ സമയമാകുന്ന ആ ടൈമാണ്. ആ ടൈം ആയാൽ ആ ടൈം വരെ നമുക്ക് അത്താഴം ലാസ്റ്റ് വരെ കഴിക്കാം. പക്ഷെ സമയമായ പിന്നെ കഴിക്കാം. അതുകൊണ്ട് 50 ആയത്ത് ഓതുന്ന സമയം ഉണ്ടായിരുന്നു. അപ്പൊ അവിടൊക്കെ ഖുർആനുമായി ബന്ധപ്പെട്ട് അത് ഓതുകയും അത് പഠിക്കുകയും ചെയ്തതിന്റെ മഹത്വവും നമ്മൾ ഉൾക്കൊണ്ട് ഖുർആന്റെ ഒരു മാസമായി ഖുർആനോട് വല്ലാത്തൊരു കെട്ടിപ്പടഞ്ഞ ബന്ധം നമുക്ക് ഈ റമദാനിൽ ഉണ്ടാകണം. എല്ലാ അർത്ഥത്തിലും എത്ര നമ്മൾക്ക് ഖുർആനുമായി കണക്റ്റഡ് ആയിക്കൊണ്ട് ഈ റമദാൻ ഉപയോഗിക്കാൻ പറ്റുമോ അവിടെയാണ് നമ്മുടെ വിജയം. പലപ്പോഴും സമയം ഉണ്ടാവില്ല, അങ്ങനെയാണ് ഇങ്ങനെ അത് പറയും. നമ്മൾ ഓരോരുത്തരും ക്രമീകരിച്ചാൽ, നമ്മുടെ ബിസിനസ് ആണെങ്കിൽ, നമ്മൾക്ക് യാത്രയിലാണെങ്കിൽ, അവിടെയൊക്കെ ഇപ്പോൾ ഒരാളിപ്പോൾ കണ്ണൂർക്ക് യാത്ര ചെയ്യും. ആ യാത്ര ചെയ്യുമ്പോൾ കോഴിക്കോട് ഇങ്ങനെ എന്നും യാത്ര ചെയ്യുന്ന ആള്, ഡ്യൂട്ടിക്ക് വേണ്ടി പോകുന്ന ആള് ഇങ്ങനെ ആ വീടിന്റെ പെയിന്റിന്റെ പണി കുറച്ചുകൂടി ഉണ്ട്, ഇന്നലെയൊക്കെ കണ്ട് ഇന്നിപ്പോ കുറച്ചുകൂടി ആയി, ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ പുറത്തേക്ക് നോക്കി ഇങ്ങനെ പോണതിന് പകരം അത് ആ ട്രെയിനിന് ഖുർആനിലേക്ക് നോക്കാൻ മൊബൈൽ നമ്മുടെ കയ്യിലുണ്ട്. അങ്ങനെയാണ് സമയം ഉണ്ടാക്കുക. അങ്ങനെ ഓരോരുത്തർക്കും അവരെന്റെ ജോലിയിൽ കച്ചവടത്തിലൊക്കെ ഇരിക്കുമ്പോൾ കസ്റ്റമർ വരുമ്പോ ആ കസ്റ്റമറോട് സംസാരിച്ച് പിന്നെയും അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത ആള് വരുന്നതിനെ നമ്മൾ ഖുർആനിലായിരിക്കണം. അങ്ങനെ എങ്ങനെയൊക്കെ നമുക്ക് സമയം ഉണ്ടാക്കിയെടുത്ത്, അതായത് നമുക്ക് വേറെ സമയം കിട്ടില്ലല്ലോ, ആ സമയം ഉണ്ടാക്കിയെടുത്തുകൊണ്ട് ഖുർആന്റെ പഠനത്തിന് ഓത്തിന് നമ്മളേറെ മഹത്വം കൽപ്പിക്കണം. അത് നമ്മൾ ശ്രദ്ധിച്ച് സമയം ഉണ്ടാക്കുക തന്നെ വേണം. അതേപോലെ പലപ്പോഴും ആളുകൾ ഈ തറാവി, അത് ശരിക്ക് ആ തറാവി നമസ്കാരം, അതിന്റെ ആ ജമാഅത്തിന്റെ മഹത്വമൊക്കെ നമുക്ക് അറിയാം. ഒരാള് രാത്രി ഫുള്ള് അല്ലെ രാത്രി അദ്ദേഹം ഈ തറാവി ഖിയാമുൽ ലൈൽ നമസ്കരിച്ചാൽ അവർക്ക് അവന്റെ പാപങ്ങളെല്ലാം നമസ്കരിച്ചാൽ മൻ ഖാമ റമദാന ഈമാനൻ വഹ്തിസാബൻ, അതായത് പടച്ചോന്റെ പ്രതിഫലക്ഷയോടുകൂടി ആ രാത്രിയിൽ നമസ്കാരം നിർവഹിച്ചാൽ അവന് അവന്റെ പാപങ്ങൾ പോകും. ഇതേപോലെ തന്നെ നോമ്പ് നോറ്റാലും അതേപോലെ നമ്മുടെ പാപം കൊടുക്കും. രണ്ടും സ്വഹിയായ ഹദീസാണ്. അതുകൊണ്ട് നോമ്പും രാത്രി നമസ്കാരം നമ്മൾ ഏറെ ശ്രദ്ധിക്കണം. ഒപ്പം നമുക്കൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗം എന്താന്ന് വെച്ചാല്, ഈ ആളുകൾ 1-2 ദിവസം ഇങ്ങനെ ആവേശത്തിൽ വരും, പിന്നെന്ത് ചെയ്യും? തറാവീന്റെ ജമാഅത്തിന് കൂടിയാൽ ഇശാ ജമാഅത്ത് കിട്ടുമോ എന്ന നിലക്കൊക്കെ തറാവീന്റെ ജമാഅത്തിലാണ് ആൾക്കാർ എന്ത് ചെയ്യുന്നത്? ഇശാ നമസ്കാരത്തിന് കൂടെ ഇങ്ങനെ നേരം വരും. അതൊക്കെ നമ്മൾ ക്രമപ്പെടുത്തണം. എന്ന് പറഞ്ഞാൽ ഫർദ് നമസ്കാരം കഴിഞ്ഞിട്ടേ എന്തിനു പ്രത്യേകത ഉള്ളൂ? സുന്നത്തുണ്ട്. അതുകൊണ്ട് നമ്മൾ ഒന്ന് ചിട്ടപ്പെടുത്താൻ, റമദാൻ ആകുന്നേ ഉള്ളൂ, അപ്പൊ ചിട്ടപ്പെടുത്താൻ ഒരു ക്രമീകരണം, ഒരു ടൈം ടേബിൾ, ഒരു ഷെഡ്യൂൾ നമ്മൾക്ക് ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് പാലിക്കാൻ പറ്റും. അതുകൊണ്ട്
നമുക്ക് ഇശാ ജമാഅത്ത് നഷ്ടപ്പെടുത്തരുത്, അത് പെടാൻ പാടില്ല. അതുകൊണ്ട് നേരത്തെ തന്നെ എല്ലാ പരിപാടിയും പിന്നെ കഴിച്ച് ഇശാ ജമാഅത്തിന്റെ മുമ്പ് ഇഖാമത്ത് വിളിക്കുന്നതിന് മുമ്പ് നമ്മൾ പള്ളി എത്തുന്ന രൂപം ഇപ്പൊ നമുക്ക് ചിട്ടപ്പെടുത്തിയാൽ സാധ്യമാകും. അതേപോലെ തന്നെ നമ്മള് പലർക്കും മഗ്‌രിബ് നമസ്കാരം മുമ്പൊക്കെ ജമാഅത്തായി കിട്ടിയത് നഷ്ടപ്പെടുന്ന ഒന്നാണിത്, നോമ്പ് തുറക്കുന്ന സമയം. അതിങ്ങനെ വീട്ടിൽ നിന്ന് തുറന്ന് പിന്നീട് നിസ്കരിക്കുന്ന ഒരു ശരീരം. വീട്ടിൽ നിന്ന് തുറക്കണമെങ്കിലല്ല, പള്ളിയിൽ കുറച്ചൊരു 10 മിനിറ്റ് ഗ്യാപ്പ് ഇടണം. അങ്ങനെ എന്ത് ചെയ്യണം? വീട്ടിൽ നിന്നോ പള്ളിയിൽ നിന്നോ എവിടുന്ന് തുറന്നാലും ജമാഅത്ത് പോയത്. ഇനി സൽക്കാരം ഉണ്ടായാലും അവിടെ എന്ത് ചെയ്യും? എല്ലാരും കൂടി അങ്ങനെ എടുത്തിട്ട് സൽക്കാരത്തിന്റെ അതിനെന്ത് ചെയ്യും? മഗ്‌രിബ് ജമാഅത്ത് പോകും. അതൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ നോമ്പ് തുറന്നിട്ടേ സൽക്കാരത്തിന്റെ ഫുഡ് കഴിക്കുള്ളൂ. അതിലുള്ള ഫ്രൂട്ട്സോ ഈത്തപ്പഴമൊക്കെ കഴിച്ചിട്ട് എന്ത് ചെയ്യണം? നിസ്കരിക്കണം ജമാഅത്തായിട്ട്. ആ ജമാഅത്ത് മഗ്‌രിബിന് മറ്റ് മാസങ്ങൾ കിട്ടുന്നത് നോമ്പ് വച്ചതിനോട് എന്ത് ചെയ്ത് നമുക്ക് മഗ്‌രിബ് നിസ്കാരം നഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് ജമാഅത്തിന്റെ പ്രാധാന്യം അത് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. ഇതേപോലെ സുബൈ വിശ്വാസം പറയുന്നത്, ഒരാൾ സുബൈ നമസ്കരിച്ചാൽ തന്നെ അയാൾ ആ പകല് മൊത്തം നമസ്കരിച്ച കൂലിയാണ്. ഒരാൾ ഇശ നമസ്കരിച്ചാൽ അയാൾ നേരം പുലർന്നവരെ നിസ്കരിച്ച കൂലിയാണ്. ഇതൊക്കെ ജമാഅത്തായിട്ടുള്ള നമസ്കാരം. അതുകൊണ്ട് അതൊക്കെ നഷ്ടപ്പെടുത്താതിരിക്കാൻ ഒന്നുകൂടിയുള്ള ജാഗ്രതയും ശ്രദ്ധയും നമുക്ക് നോമ്പിലുണ്ടാവണം. നോമ്പിന്റെ സമയത്ത് ഇത്തരം ഓരോന്നും നമ്മൾ ശ്രദ്ധിക്കണം. അതായത് നമ്മുടെ സഹോദരിമാർക്ക്, നമ്മുടെ ഉമ്മമാർക്ക്, പെങ്ങന്മാർക്ക്, ഭാര്യമാർക്ക് അവർക്കും പള്ളിയിലേക്ക് വരാനുള്ള സൗകര്യം, അവർക്കും ഇബാദത്ത് എടുക്കാനുള്ള സംവിധാനങ്ങൾ ഒക്കെ ഉണ്ടാക്കുന്നതിലും നമ്മൾ ശ്രദ്ധ ഉണ്ടാക്കണം. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മാവ് കുഴച്ചു കൊടുത്തു. ആർക്ക്? ആയിഷ റളിയല്ലാഹു. എന്തിന്? അവർക്കും അതൊക്കെ പണി അവസാനിപ്പിച്ച് അവർക്കും ആരാധനയിലേക്ക് വരാൻ. അതുകൊണ്ട് പാത്രം കഴുകി കൊടുക്കാനും ഒക്കെ അവര് ചെയ്യട്ടെ എന്നതല്ല, നമ്മൾ കൂടി വൃത്തിയാക്കാനും എല്ലാം നമ്മൾ സഹായിച്ച് അങ്ങനെ ഒരു കൂട്ടായ്മയുടെ കുടുംബത്തോടു കൂടി പുണ്യം നേടാനുള്ള ഒരു ജാഗ്രത നമുക്ക് എല്ലാവർക്കും ഉണ്ടാവേണ്ടതുണ്ട്. അള്ളാഹു തൗഫീഖ് നൽകി ഈ റമദാനിൽ ആയുരാരോഗ്യത്തോടു കൂടി നോമ്പെടുത്ത് പുണ്യം നേടാൻ നമുക്ക് നമ്മളെല്ലാവരെയും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل على محمد وعلى آل محمد. أيها الناس اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഒരിക്കൽ കൂടി റബ്ബിന്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിലും പാലിക്കാനേ എന്ന് എന്നോട് നിങ്ങളോട് ഓർമ്മപ്പെടുത്താണ്, ഉപദേശിക്കുക. നമ്മൾ നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ അതും ജാഗ്രതയോടുകൂടി നമ്മുടെ ശ്രദ്ധയിലുണ്ടാകണം. അതിലൊന്നാണ്, നമ്മൾ സ്വയം ഛർദിച്ചാൽ നോമ്പ് മുറിയില്ല. എന്നാൽ ഒരാൾക്ക് രാത്രി കഴിച്ച ഭക്ഷണം ഇങ്ങനെ വയറ്റിന്ന് ഇങ്ങനെ പ്രയാസം സഹിച്ചു കൊടുക്കണം. അപ്പൊ അയാൾക്കറിയാം ഇതൊന്നൊരു പുറത്തേക്ക് പോയാൽ എന്താകും? ശരിയാകും. അങ്ങനെ 2 വയറില് വായിലേക്ക് ഇട്ട് ഛർദിച്ചാൽ അത് ഉണ്ടാക്കി ഛർദിയാൽ, അങ്ങനെ ഉണ്ടാക്കി ഛർദിച്ചാൽ നമ്മുടെ നോമ്പ് മുറിയും. സ്വയം അയാൾ ഛർദിച്ചാലോ നോമ്പ് മുറിയില്ല. അതേപോലെ നമുക്കറിയാലോ, മറന്ന് ഒരാൾ ഭക്ഷണം കഴിച്ചു പോയി, നീന്തപ്പഴം അകത്തുണ്ട്, അറിയാതെ പെട്ടെന്ന് എടുത്ത് പോയി നോമ്പല്ല വെച്ചിട്ട്, അപ്പോ അയാൾക്ക് നോമ്പ് മുറിയില്ലല്ലോ. കാരണം എന്താ? അദ്ദേഹത്തിനെ ആ കഴിപ്പിച്ചത് അല്ലാഹുവാണ് എന്നാണ് റസൂൽ പറഞ്ഞത്. അങ്ങനെ മറന്ന് കഴിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് മറന്ന് നമ്മൾ എന്ത് തിന്നാലും നോമ്പ് മുറിയില്ല. അതോടൊപ്പം നമ്മൾ ഒരു നല്ല വേദന ഉണ്ട്, ഇങ്ങനെ പ്രയാസമുണ്ട്, ആ സമയത്ത് നമ്മളൊരു ഇഞ്ചക്ഷൻ വെച്ചു, നല്ല പനിയും വേദനയും വന്നപ്പോൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നമ്മൾക്ക് ഇഞ്ചക്ഷൻ വെച്ചാൽ നമ്മുടെ നോമ്പ് മുറിയില്ല. എന്നാൽ ഒരു ട്രിപ്പ് ഗ്ലൂക്കോസ് കയറ്റുകയാണെങ്കിൽ അങ്ങനത്തെ ഒരു രോഗി നോൽപ്പ് നോൽക്കാണ്ടതിൽ അയാൾ രോഗിയാണ്, അയാളുടെ നോമ്പ് മുറിയും. ഗ്ലൂക്കോസ് കയറ്റുന്ന ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ നോമ്പ് മുറിയും. ഇനിയിപ്പോ ഒരാൾ മുങ്ങിക്കുളിച്ചു, ആ മുങ്ങിക്കുളിച്ചാൽ അയാളുടെ നോമ്പിനത് ബാധിക്കില്ല. മുങ്ങിക്കുളിക്കുക എന്നുള്ളത് നമ്മളെ നോമ്പിന് പ്രശ്നമില്ല. അപ്പൊ മണൽ വാരുന്ന ജോലിയൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് പുഴയിലോ മറ്റൊക്കെ മുങ്ങിയാൽ, അതല്ല നമ്മൾ കുളിക്കുമ്പോൾ മുങ്ങിക്കുളിച്ചാൽ നമ്മളെ നോമ്പിന് ഒരു പ്രശ്നമില്ല.
നോമ്പ് മുറിയില്ല. നോമ്പിൽ ഏറ്റവും പ്രധാനമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നിയ്യത്താണ്. നിയ്യത്ത് നമ്മൾ ഫർളായ നോമ്പിന് നമ്മൾ അത്താഴത്തിന് മുമ്പ് നമ്മൾ നിയ്യത്ത് വെച്ചിരിക്കണം. ഇശ കഴിഞ്ഞ് നമുക്ക് നിയ്യത്ത് വെക്കാം. നിയ്യത്ത് വെക്കുക എന്ന് പറഞ്ഞാല് നെയ്യത്തിനെ പറ്റി നമ്മൾ നിയ്യത്തിനുള്ള പാത്രം തന്നെ കരുതുക. ഞാൻ നാളത്തെ നോമ്പ് നോക്കുന്നുള്ള മനസ്സിൽ കരുതലാണ്. അല്ലാതെ മുമ്പൊക്കെ നമ്മൾ എന്തൊക്കെ കേട്ട പോലെ അല്ലെങ്കിൽ ഇങ്ങനെ ഉസ്താദ് ഇങ്ങനെ ചെല്ലി കൊടുത്ത് എല്ലാവരും ചെല്ലുന്നതുപോലെ നബൈതു സൗമഗദി അനദായി ഫർദു റംദാനി ആദി സനത്തി ലില്ലാഹി തആല എന്നൊക്കെയുള്ള ഒരു നിയ്യത്തല്ല. ഞാൻ നോമ്പ് വെക്കണം, നോമ്പിനെ ഫർളായ അതായ നോമ്പിനെ അങ്ങനത്തെ ഒരു നിയ്യത്ത് ഇല്ല. അത് നമ്മൾ നിസ്കരിക്കുമ്പോഴും ഉസല്ലി ഫർള സ്വലാത്തി ഇങ്ങനത്തെ നിയ്യത്തല്ല. ഞാൻ നമസ്കരിക്കുന്ന നമസ്കാരം മനസ്സിൽ നിയ്യത്തുന്ന പദാർത്ഥം കരുതുക. അങ്ങനെ കരുതലാണ്. അങ്ങനെ കരുതിയാൽ മതി, ചൊല്ലി പറയേണ്ടതല്ല. നിയ്യത്ത് മനസ്സിൽ കരുതേണ്ടതാണ് എന്നതും കൂടി നമ്മൾ മനസ്സിലാക്കുക. അങ്ങനെ ആ നിയ്യത്തൊക്കെ പാലിച്ച് നോമ്പ് മുറിയാത്ത ഒരവസ്ഥ, പ്രത്യേകിച്ച് നോമ്പിൽ നമുക്കറിയാലോ എല്ലാം വികാരങ്ങളൊക്കെ നിയന്ത്രിക്കണം. ഭാര്യ ഭർത്ത ബന്ധമുണ്ടായാൽ നോമ്പ് മുറിയും. പകല് റമദാന്റെ പകല് ഭാര്യ ഭർത്ത ബന്ധം പാടില്ല. എന്നാൽ ഒരാൾക്ക് ഒരു സ്കെല്ലുണ്ടായി ഉച്ചക്ക് ഉറങ്ങിയപ്പോൾ അയാളെ നോമ്പിന് ബാധിക്കണില്ല. മറ്റുള്ള എന്തും ഒക്കെ വലിയ തിന്മയാണ്, ശിക്ഷയാണ്, സ്വയംഭോഗം, ഇതൊന്നും പാടില്ല. അതൊക്കെ അതീവ ഗൗരവമേറിയത്, അതൊക്കെ നോമ്പിനെ ബാധിക്കുന്നത്. അതുകൊണ്ട് നോമ്പ് മുറിയുന്നത് അങ്ങനത്തെ ഒരു സംഗതിയും നമ്മളടുത്ത് ഉണ്ടാകാൻ പാടില്ല. അത് വളരെ ശ്രദ്ധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഒരു സഹാബി റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് വന്നിട്ട്, റസൂലേ, ഞാൻ നോമ്പിന്റെ പകൽ സമയത്ത് എൻ്റെ ഭാര്യയുമായി ബന്ധമുണ്ടായി പോയി. അപ്പൊ റസൂൽ പറഞ്ഞത് അദ്ദേഹത്തോട് പറയാണ്, ഒരടിമയെ മോചിപ്പിച്ചോ? അപ്പൊ പറഞ്ഞു, എനിക്കതിന് കഴിവില്ല റസൂലെ, ഒരടിമയെ മോചിക്കാനുള്ള സാമ്പത്തിക ശേഷി. എന്നാൽ 60 ദിവസം തുടർച്ചയായി നോമ്പ് പറ്റും. പകൽ ഭാര്യ ഭർത്ത ബന്ധമുണ്ടായാൽ നോമ്പിൽ 60 ദിവസം തുടർച്ചയായി നോമ്പ് വെക്കണം. ഒന്ന് അതിൽ വിട്ടുപോയാൽ തലക്കത്ത് തുടങ്ങണം. അങ്ങനെ 60 ദിവസം തുടർച്ചയായി നോമ്പ് വെക്കണം. അപ്പൊ ഈ മനുഷ്യൻ പറഞ്ഞു, ഈ സഹാബി പറഞ്ഞു, അതിന് കഴിയൂല റസൂലെ. അപ്പൊ റസൂൽ പറഞ്ഞു, മൂന്നാമത് ഇതിന് പ്രായച്ചിട്ട് പറഞ്ഞത് 60 സാധുക്കൾക്ക് ഭക്ഷണം കൊടുക്കാൻ. അപ്പോഴും റസൂൽ പറഞ്ഞു, എനിക്ക് അതിനുള്ള സാമ്പത്തികമല്ല, എനിക്ക് അതിനുള്ള സാമ്പത്തികമല്ല, എനിക്ക് ഒന്നുമില്ല, ദാരിദ്ര്യമാണ്. അപ്പൊ റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് ഒരാള് ഒരു കൊട്ടയില് കുറച്ച് ഈത്തപ്പഴമായിട്ട് വരുന്നുണ്ട്. അപ്പൊ പറഞ്ഞത്, ഇതാ, എന്നാൽ ഈ ഈത്തപ്പഴം നീ ദാനം ചെയ്യണം എന്നാണ് ആ സാബിയോട് പറഞ്ഞത്. അപ്പൊ അദ്ദേഹം ആ ഈത്തപ്പഴം ഇങ്ങനെ കൊട്ടയിൽ നിന്ന് വാങ്ങിയിട്ട്, എന്നേക്കാൾ പാവപ്പെട്ടവനാണോ കൊടുക്കേണ്ടി എന്ന് ചോദിച്ചു. അതെ. അപ്പൊ എന്ത് അങ്ങനത്തെ ഒരാളില്ല. അപ്പൊ ഇത് കഴിച്ചാളെന്നോ. ഇതാണ് റസൂൽ. അപ്പോ പ്രായശ്ചിത്തത്തിന്റെ ഗൗരവമാണ് നമ്മൾ പഠിക്കേണ്ടത്. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ അതിന്റെ വിധികളൊക്കെ ചുരുക്കി പറയാനാണല്ലോ ഒരു 10 പേരും പറ്റുള്ളൂ. അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം, അതൊക്കെ പഠിച്ചിരിക്കണം. ശരിക്ക് നോമ്പിന്റെ സത്ത ഉൾക്കൊണ്ടുകൊണ്ട് നോമ്പെടുക്കാൻ നമുക്ക് കഴിയണം. കഴിഞ്ഞ വർഷമുള്ള പലരും നമ്മുടെ കൂടെ അല്ല, അവരിന്ന് നോമ്പില്ല. നമുക്ക് കിട്ടിയൊരു അവസരമായി കരുതണം. ആ അവസരത്തെ ശരിക്കും ഉപയോഗിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധ്യമാകണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതുമായി ബന്ധപ്പെട്ട്, നോമ്പുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കട്ടെ. ഒരു സഹാബിയുടെ സ്വപ്നം പഠിപ്പിക്കട്ടെ. അവിടെയും നമുക്ക് കാണാം, അവിടെ 2 ആളുകൾ ഒരുമിച്ച് ഇസ്ലാം സ്വീകരിച്ച ആൾക്കാരാണ്. ആ ഒരുമിച്ച് ഇസ്ലാം സ്വീകരിച്ചിട്ട് ആ സ്വീകരിച്ച ആളോട് എന്ത് ചെയ്തു? 2 ആൾ ഒരുമിച്ച് സ്വീകരിച്ചിട്ട് ഒരാള് രക്തസാക്ഷി, മറ്റേ ആള് 1 വർഷം കഴിഞ്ഞിട്ട് സാധാരണ മരിക്കണം. പക്ഷേ സ്വർഗത്തിൽ ഏറ്റവും പദവി അയാൾക്കാണ്. നമുക്കറിയാലോ ഷഹീദിന്റെ കൂലി. ആ ഷഹീദായ മനുഷ്യനേക്കാൾ കൂലി 1 വർഷം കൂടി ജീവിച്ച് സാധാരണ മരിച്ച ആൾക്കാണ്. ഇത് സുധാകരൻ പറഞ്ഞപ്പോ, ഈ സ്വപ്നം പറഞ്ഞപ്പോ എന്താ സംശയം? അയാൾക്ക് 1 കൊല്ലം അമൽ ചെയ്യാനും 1 റമദാനും അയാൾക്ക് കിട്ടില്ലേ? ആ റമദാൻ കിട്ടുക എന്ന് പറഞ്ഞാൽ അത് 1 വർഷം മുമ്പ് ഷഹീദായ ആളേക്കാൾ 1 വർഷം ജീവിച്ചതിന് ആ റമദാൻ കിട്ടിയതിന്റെ പുണ്യാണ് അത് ഉപയോഗപ്പെടുത്തിയത്. അതുകൊണ്ട് അത് ഉപയോഗപ്പെടുത്താൻ പരമാവധി നമ്മൾക്ക് കിട്ടുന്നത് ശരിക്ക് ഉപയോഗിച്ച് പുണ്യം നേടാൻ സാധിക്കണം. അല്ലാഹു തൗഫീഖ് നൽകി നമ്മെ കുടുംബത്തെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ പാപങ്ങൾ പഠിക്കാൻ എല്ലാ അർത്ഥത്തിലും
ശരിക്കും ഉപയോഗപ്പെടുത്തി നമുക്ക് പരലോകത്ത് എല്ലാ കവാടത്തും തുറന്നിട്ട കവാടത്തിലൂടെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ ഭാഗ്യം ലഭിക്കുന്ന സൽജനങ്ങളിൽ അള്ളാഹു നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗമായി ആശുപത്രിയിൽ വീട്ടിൽ കഴിയുന്നവർക്ക് അള്ളാഹു ശിഫ നൽകുമാറാകട്ടെ. മരിച്ചുപോയ നമ്മുടെ ഗുരുനാഥന്മാർ, മാതാപിതാക്കൾ, അവർക്കെല്ലാം അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവസാനം എപ്പോഴെന്നറിയില്ല, നോമ്പ് പൂർത്തിയാകും, നോമ്പിലുണ്ടാകുമെന്നും നമുക്കറിയില്ല. എപ്പോൾ മരിച്ചാലും അള്ളാഹു ഈമാനോടുകൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉറക്കൊരുവിട്ട് മരിക്കാനുള്ള മഹാസൗഭാഗ്യം നമുക്കും കുടുംബത്തിനും പഠിച്ചോ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു ഗഫർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിൽ ഹജാത്ത്. اللهم اجرنا من النار. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين والحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد.